വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് പുറത്ത് പോവാ ഗൈസ്. ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ. ആരോ വണ്ടിക്ക് ബ്ലോക്ക് അടിച്ചിട്ടാണ് കേട്ടോ ഗൈസ് പോയത്. ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ് ഗൈസ്. അതാണ് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത്. അമ്മക്ക് ജാക്കറ്റൊന്നും വേണ്ട ഗൈസ്. നല്ല ട്രാഫിക് ഉണ്ടായി ഗൈസ്. ഇതുള്ള അയ്യപ്പ കോയിലാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഫേമസ് ആയി അമ്പലം. ഞങ്ങളടുത്ത് പോവാറുണ്ട് ഗൈസ്. പക്ഷെ നോൺ വെജ് കഴിച്ചു ഗൈസ്, അതുകൊണ്ട് കേറിയില്ല ഗൈസ്. ഈ സ്ഥലം നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ബാംഗ്ലൂരേഴ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നിർത്തിയ ഓടൂലേ ഗൈസ്, അതാണ് ഈ സ്ഥലം. അത് ക്ലോസ് ആയി പോയി ഗൈസ്. അൾസൂർ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് ടീച്ചായി മുമ്പ് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്. പിച്ചായും പറയുമായിരുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇങ്ങനെ കാട് പോലെയൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്ന വെച്ച സ്ഥലമാണ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പഴയ കഥകളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ നേരെ ബ്രിഗേഡ് റോഡിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ പാർക്ക് ചെയ്തു വണ്ടി. പേ ആൻഡ് പാർക്കാണ് കേട്ടോ ചെയ്തത്. കാരണം റോഡിലോ വല്ലയിടത്തും പാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പോലീസ് വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകും വണ്ടി. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതുമോൾക്ക് ഫിലിം കാണണം എന്ന് പറഞ്ഞു. തൊട്ടരിയത്ത് തന്നെയായിരുന്നു തിയേറ്റർ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുമോളാണ് കേട്ടോ ശ്രദ്ധിച്ചത്. ചെന്ന് കയറിൽ അവളൊരു വീഴ്ചയൊക്കെ വീണു. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആൾ എഴുന്നേറ്റ് നേരെ സ്റ്റെപ്പൊക്കെ കയറി കൂളായിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ കൗണ്ടറിൽ നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോയേക്കുക, 15 മിനിറ്റ്സ് ആവും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർത്ത് കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് വന്നെടുക്കാമെന്ന് കരുതി. കാരണം നല്ല ടൈം ഉണ്ടായിരുന്നു. ഒരു 1 hour 1.5 hour എന്തായാലും ഫിലിം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തിരിച്ച് വന്നിട്ട് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ ബ്രിഗേഡ് റോഡിലേക്കാണ് നടന്നത്. അവിടെയാണെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മോളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബ്രിഗേഡ് റോഡിലേക്ക് ഞങ്ങൾ വന്നത്. ബ്രിഗേഡ് റോഡിൽ എപ്പോഴും ഇങ്ങനെ തിരക്കായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ തിരക്കൊഴിഞ്ഞിട്ടുള്ളൊരു ബ്രിഗേഡ് റോഡ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഫുൾ ടൈം റഷ് ആയിരിക്കും അവിടെ. ബ്രിഗേഡ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഐഫൈ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഞാനും പപ്പയും കൂടെ നടന്നു ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗൈസ് ഇങ്ങോട്ട് വന്നത്. നല്ല തിരക്കായിരുന്നു ഗൈസ്. ക്രിസ്മസിന്റെ ഡേയ്സാണ് ഗൈസ് ഇതൊക്കെ. പിന്നെ നമ്മളെ നോക്കുവാന്ന് ഗൈസ്, ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതുമോള് പറയുക കേട്ടോ, അതേ അമ്മ ഒറ്റയ്ക്ക് നടക്കും, അമ്മനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ. കാരണം അതേപോലത്തെ റഷാണ്. അപ്പം ഞാൻ ഇതുമോളോട് പറഞ്ഞിട്ടുണ്ട് കയ്യിൽ നിന്ന് വിട്ട് നടക്കരുത്, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് മുൻകൂട്ടി പറഞ്ഞതാണ്. പിന്നെ ഞങ്ങളൊരു ഷോപ്പിലേക്കൊക്കെ കയറി കേട്ടോ. ഷോപ്പ് കാണുമ്പോൾ എനിക്ക് മട്ടാഞ്ചേരിയൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, നമ്മളുടെ ഫോറിനേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി വെക്കത്തില്ലായോ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തത്. കയറിയപ്പോൾ തന്നെ എന്നോട് ഇച്ചായം പറഞ്ഞു, ഇത് കേട്ടിട്ട് ഇതിൻ്റെ പ്രൈസ് കേട്ടിട്ട് നീ ഞെട്ടാൻ നിൽക്കരുതെന്ന് ഫസ്റ്റിൽ എന്നോട് പറഞ്ഞു. 50,000 രൂപ 30,000 രൂപ ഇതിൽ കുറഞ്ഞൊരു ഐറ്റംസ് അവിടെ ഇല്ല കേട്ടോ. ആ ഗ്രീൻ കളർ, റെഡ് കളർ ഇതൊക്കെ കാണുന്നില്ല, അതൊക്കെ ജെം സ്റ്റോൺസ് ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ചൊരു പരിജ്ഞാനവുമില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കാൻ പോകുന്നത് അത് ശരിയല്ലല്ലോ. അത് നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. താഴെ അവരുടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇച്ചാനും മോളും ആദ്യം പോയി, പുറകെ ഞാനും പോയി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാ ശിലകളും നല്ല രസത്തിനാണ് അവർ അറേഞ്ച് ചെയ്തു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാം ഓരോന്നെടുത്ത് കാണാനുള്ളൊരു സൗകര്യം അത് ഉണ്ടായിരുന്നില്ല. ഒരു ക്ലോസിങ് ടൈമും ആയിരുന്നു. എമൗണ്ട് നല്ല കൂടുതലാണ്, ബട്ട് നല്ല കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ താഴെ ഒന്നും ഇട്ടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. പിന്നെ നേരെ നമ്മൾ KFC ഷോപ്പിലേക്ക് പോയി ഗൈസ്. KFCയുടെ നേരെ ഓപ്പോസിറ്റ് പബ്ബായിരുന്നു ഗൈസ്. ഭയങ്കര ശബ്ദമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ KFCയുടെ ഉള്ളിൽ കയറി ഓർഡർ ചെയ്തു ഗൈസ്.
ബർഗർ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇച്ചായം പറയുക കീ കാണുന്നില്ല, ഞാൻ പോയി നോക്കിയിട്ടും വരട്ടെ, വണ്ടിയിലുണ്ടോ എന്ന് നോക്കിയിട്ടും വരട്ടെ എന്ന് പറഞ്ഞ് ഇച്ചായം പോയി നോക്കാൻ പോയി. ആ ടൈമിൽ ഞങ്ങൾ ഡൈനിങ് പറഞ്ഞത് ടേക്ക് അവേ ആക്കിയിട്ടോ. കൂടുതലും ടെൻഷനായി പോയത് വേറെ ഒന്നുമല്ല, വണ്ടി ലോക്കും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കീയും കാണാനില്ല. അപ്പോൾ ഇച്ചായം പറഞ്ഞു ഞാൻ മെട്രോയിൽ പോയി സ്പെയർ കീ എടുത്തിട്ട് വരാം, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കിട്ടിയിട്ടോ കീ ആ ചേട്ടനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പേൻ പാർക്കിലത്തെ ചേട്ടനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടി പറഞ്ഞാൽ ഇതുമോൾ പറയാം ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം എന്ന് പറഞ്ഞ് ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുമായിരുന്നു. പിന്നെ ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫിലിം തിയേറ്ററിലേക്കാണ് കേട്ടോ പോയത്. ഫസ്റ്റ് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു ഗൈസ്, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിനിമ കാണാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്റർവെൽ ആയപ്പോൾ ഈ ചിരി വേറൊന്നും കൊണ്ടല്ല ഗൈസ്, അവൾക്ക് പോപ്കോൺ വേണം എന്ന് പറഞ്ഞു. അവൾക്ക് തന്നെ ഇച്ചായം പോയി വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. അവൾ മെയിനായിട്ട് ഫിലിം കാണാൻ വരുന്നത് തന്നെ പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്കോൺ കണ്ടിങ്ങനെ ഫിലിം കാണുന്നത്. പോപ്കോൺ ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു ഗൈസ്, അതിൻ്റെ മുഖഭാവമാണ് ഇതുമോളി കാണിക്കുന്നത്. കോഫി നല്ലതായിരുന്നു. പിന്നെ ഈ മൂവി നല്ല മൂവിയാണ് കേട്ടോ, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി തിയേറ്ററിൽ പോയി കാണണേ. ഫുൾ സസ്പെൻസാണ്, നല്ല മൂവി എന്ന് പറയാം. ഇതുമോൾ കാരണം ഞങ്ങൾ ഈ മൂവി കാണാൻ കയറിയത്, അതുകൊണ്ട് ഇതുമോൾക്ക് ബിഗ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഇറങ്ങുന്നത്. വേറൊന്നുമല്ല ഗൈസ്, ടീച്ചറിൽ ഞാൻ മാത്രം കുഞ്ഞായിട്ട് എന്തായതുള്ളൂ, ബാക്കി എല്ലാവരും വലിയവരായിരുന്നു. സമയം 2 മണിയായി ഗൈസ് രാവിലെ. അതാ പിന്നെ അവരൊന്ന് റിയലല്ലെന്ന് ഗൈസ്, ഞാൻ റിയലെന്ന് ഓർത്ത് ഗൈസ്. പിന്നെ ഞാൻ നിലവിലേക്കാണ് പോയത് ഗൈസ്, നല്ല തണുപ്പാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഗൈസ്. എന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ബൈ ഉമ്മ.